കടച്ചക്ക വെച്ചിട്ട് ഇതുപോലെ കഴിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അതിനായിട്ട് ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സവാള നമുക്കൊന്ന് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ചെറുതായിട്ട് നല്ലപോലെ ഒന്ന് വഴന്നു തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് 2-3 പച്ചമുളകും കൂടെ കീറിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കൂടെയും ശരിക്കൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കരിവേപ്പിലയും ശരിക്കൊന്ന് പച്ചമണമെല്ലാം പോകുന്നവരേക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി അതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ പൊടികളായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം എടുക്കുന്നത് 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ്. 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു എരിവിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ 1/2 സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം ശരിക്കൊന്ന് പൊടിയുടെ പച്ചമണം പോകുന്നവരേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് നല്ലപോലെ ചെറിയ ചൂടിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. മസാലയെല്ലാം ശരിക്കും എല്ലായിടത്തും പുരണ്ട് കിട്ടാൻ പാകത്തിനുള്ള പോലെ വേണം അത് ശരിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾക്കതൊരു 10 മിനിറ്റോളം ഒന്ന് ചെറിയ ചൂടിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വെള്ളം തളിച്ച് കൊടുത്തിട്ടില്ല. നല്ലപോലെ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. റെസിപ്പിക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.